ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഐലൂർ പഞ്ചായത്ത് കമ്മിറ്റി സ്ഥാപിച്ച കൊടിമരം ഉദ്ഘാടനം ചെയ്തു. ഐലൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ബാബു MLA കൊടിമര ഉദ്ഘാടനം നിർവഹിച്ചു. ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൂടെ എടുത്തു നോക്കുക. മോട്ടോർ ആക്ട് ഭേദഗതി ചെയ്തതോടുകൂടി ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് വലിയ ഫൈനാണ്. ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ AI ക്യാമറ വന്നതുകൊണ്ടല്ല, പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള AI ക്യാമറ വന്നതോടുകൂടിയാണ് 10,000 5,000 ഫൈൻ. അത് മോട്ടോർ ആക്ട് ഭേദഗതി ചെയ്തതോടുകൂടി ഒരു വാഹനം ലൈസൻസ് ഇല്ലെങ്കിലാണെങ്കിലും മൊബൈൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും വാഹനം ഏതെങ്കിലും ഒരാളെ അബദ്ധത്തിൽ യന്ത്ര തകരാറ് മൂലമോ അല്ലെങ്കിൽ യാത്രക്കാരുടെ അശ്രദ്ധ മൂലമോ ഒരു അപകടമുണ്ടാവുമ്പോൾ അതിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെ വിധിക്കപ്പെട്ട് ലൈസൻസ് കട്ട് ചെയ്ത് പിന്നെ തൊഴിൽ മേഖലയിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ള നിയമം പാസ്സാക്കിയിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. ഏതെങ്കിലും ഒരു തൊഴിലാളി അവനവൻ്റെ വാഹനം ഇടിച്ച് ആരെങ്കിലും കൊല്ലണമെന്ന് ആഗ്രഹിക്കും? ജീവിതത്തിലുണ്ടോ? ഒരു സാധാരണ ഒരു ഏതെങ്കിലും ഒരു പട്ടിയാണെങ്കിൽ പോലും വലിയ അപകടമാണ്. പോട്ടെ, ഏതെങ്കിലും ഒരു പൂച്ചയാണെങ്കിൽ പോലും ആ പൂച്ച മാറിപ്പോയാൽ മാത്രമേ നമ്മുടെ വാഹനം പോകൂ. അതാണ് നമ്മൾ. പക്ഷേ ആക്ട് പ്രകാരം നമ്മൾ വലിയ കൊലയാളികളെ പോലെയാണ് കാണുന്നത്. ഇതുപോലൊരു നിയമം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടത്തി. യൂണിയൻ നെന്മാറ ഡിവിഷൻ സെക്രട്ടറി TJ അജിത് കുമാർ, ഏരിയ കമ്മിറ്റി അംഗം K കണ്ണനുണ്ണി, VG സജിത് കുമാർ, ഐലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P പുഷ്പാകരൻ, കയറാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A രഘു, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉദയൻ, സെക്രട്ടറി വിനോദ്, യൂണിറ്റ് പ്രസിഡന്റ് R ശിവദാസൻ, സെക്രട്ടറി സലീം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മരണപ്പെട്ട ഓട്ടോ ഡ്രൈവർ സന്തോഷ് നായക്കർപ്പാടത്തിന്റെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.